ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസം ഉടൻ ലഭിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട കേസിൽ ബലാത്സംഗം, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ ഒടുവിൽ രാഹുലിന് കോടതിയുടെ കനിവ് ഉറപ്പാണ് എന്ന വിലയിരുത്തലുകളാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഏറെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ രാഹുൽ സമർപ്പിച്ച നിർണായകമായ തെളിവുകൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഒളിവിൽ പോയ ശേഷം നാളെ മുൻകൂർ ജാമ്യം നേടുന്നതോടെ നിയമ നടപടികളുടെ ആദ്യഘട്ടത്തിൽ വിജയം നേടും. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ അവസാനമാകാൻ പോകുന്നത്. കേസിന്റെ തുടക്കം മാസങ്ങൾക്ക് മുൻപുയർന്ന ആരോപണങ്ങളിലൂടെയായിരുന്നു. ഒരു യുവനടി ഉൾപ്പെടെ പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വരികയായിരുന്നു. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണങ്ങൾ. രാഹുലും ഒരു യുവതിയുമായുള്ള സംഭാഷണങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായത്. ഇതിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന സംഭാഷണങ്ങൾ ഉൾപ്പെട്ടതോടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് കോൺഗ്രസ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക പരാതി ഇല്ലാതിരുന്നിട്ട് കൂടി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ രാഹുലിനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ വരികയും ആരോപണം ഉന്നയിച്ച യുവതികൾ ഔദ്യോഗികമായി പരാതിപ്പെടാൻ തയ്യാറാകാതെ വന്നതോടെ അന്വേഷണം വഴിമുട്ടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും ഇരകളായ യുവതികളുടെ മൊഴിയെടുക്കാൻ സാധിക്കാത്തത് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയായി. ഗർഭഛിദ്രം നടന്നത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ചാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോയി ആശുപത്രി രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യക്തമായ പരാതി ലഭിക്കാത്തതിനാൽ ഈ അന്വേഷണം താൽക്കാലികമായി നിലച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചില ഉന്നത തലങ്ങളിൽ നിന്നും വീണ്ടും കേസ് കുത്തിപ്പൊക്കാനുള്ള നീക്കമുണ്ടായത്. ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതി പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയാണ് എന്ന വിവരവും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ചാനലിന്റെ മേധാവി നിരന്തരമായി രാഹുലിനെതിരെ പരാതി നൽകാൻ യുവതിയെ നിർബന്ധിച്ചിരുന്നതായും പരാതിപ്പെട്ടില്ലെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയതായും വിവരങ്ങൾ വന്നിരുന്നു. ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് യുവതി നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഔദ്യോഗികമായി പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉടൻ തന്നെ പരാതി തുടർ നടപടിക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. ഇതിന് പിന്നാലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നവംബർ 28-ന് തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ, ബ്ലാക്ക്മെയിൽ, ഭീഷണി തുടങ്ങിയ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയത്. പോലീസ് കേസെടുത്തതോടെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. രാഹുൽ ഒരു വിധേനയും രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചെങ്കിലും രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അഭിഭാഷകൻ വഴി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിനിടയിൽ യുവതിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ രാഹുൽ നിർണായകമായ നീക്കം നടത്തി. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ ചാനൽ മേധാവി സമ്മർദ്ദം ചെലുത്തിയതുൾപ്പെടെയുള്ള വിവരങ്ങളടങ്ങിയ ഡിജിറ്റൽ രേഖകൾ, തെളിവുകളാണ് സീൽഡ് കവറിൽ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചത്. അതേസമയം പരാതിക്കാരിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി സൈബർ ആക്രമണം നടന്നു. യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നാടകീയമായ മുഹൂർത്തങ്ങൾക്കൊടുവിൽ നാളെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഹുൽ സമർപ്പിച്ച തെളിവുകൾക്ക് നിർണായക പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ്. കേസിന്റെ നാൾവഴികളും പരാതിക്ക് പിന്നിലെ സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള തെളിവുകളുടെ സ്വഭാവവും വിശദമായി പരിശോധിക്കുന്ന കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഉറപ്പായും അനുവദിക്കുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. പോലീസിനും സർക്കാരിനും ഇത് ഒരുപോലെ തിരിച്ചടിയാകും. രാഹുലിന് ജാമ്യം ലഭിച്ചാലും അന്വേഷണം തുടരുക തന്നെ ചെയ്യും. എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ വിധി വലിയ ആശ്വാസമാണ് നൽകാൻ പോകുന്നത്.